മുജീബാക്ക നിങ്ങൾ എന്താ എന്നോട് വരാൻ പറഞ്ഞു? ആ കേറിയിരിക്ക പ്രദീപേ. ആ പ്രദീപേ, അട്ടപ്പാടിയിൽ നിന്ന് ഞാൻ അടുത്ത ലോഡ് വളപ്പൊടി എന്നാ എത്തുക? നമ്മൾ ഈ പറമ്പൊക്കെ ഒരു 100 ചാക്ക് വളപ്പൊടി വേണം. അത് വല്ലാതെ വൈകാതെ ഇറക്കേ. മുജീബാക്ക ഈ പ്രാവശ്യം വന്ന ലോഡ് കഴിഞ്ഞാണോ? അപ്പോൾ അടുത്ത ആഴ്ച ഏതായാലും ലോഡ് വരുന്നുണ്ട്. അപ്പൊ അതിന് നിങ്ങൾക്ക് ഒരു 100 ചാക്കാൻ എന്തായാലും ഇറക്കി തരും. ആ അതായിക്കോട്ടെ. ഈ ആഴ്ചയിൽ എൻ്റെ ലോഡെല്ലാം ഇറക്കേ. പിന്നെ പണിക്കാരൊക്കെ ഉണ്ടല്ലോ, അതുപോലെ നാട്ടിൽ പോകുമ്പോത്തിനെ അതോട് തീർത്തോളൂ കേട്ടോ. മുജീബാക്ക നമ്മളെ കൂമാക്കാന്റെ സ്ഥിതി മഹാ കഷ്ടത്തിലാ തോന്നുന്നുണ്ട് അല്ലേ? അയാളെ മകനൊന്നും അയാളെ നോക്കണില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഞാൻ നാളെ നിങ്ങളെ ഫൈസലിനെ അങ്ങാടിയിൽ നിന്ന് കണ്ടിരുന്നു. അപ്പൊ ഓനോട് ഞാൻ ഈ കാര്യം ചോദിച്ചപ്പോൾ ഓൻ പറയണത് ഓനൊന്നും നോക്കിയിട്ട് പറഞ്ഞൊരു കാര്യമില്ല ഇതിൽ എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളാ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ പറ്റുമെന്ന് കാര്യമായിട്ടൊന്ന് നോക്കുന്നു. ആ ഇത് പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്. എത്ര കുട്ടികളൊക്കെ ഇപ്പൊ ഇങ്ങനെ ആയിക്കഴിഞ്ഞാലേ ഓൽക്കിപ്പോ രണ്ടാൾക്ക് ഉദ്യോഗമല്ലേ, ഗവൺമെന്റ് ജോലിയാണല്ലോ. ഈ ഗവൺമെന്റ് ജോലി ആയി കഴിഞ്ഞാൽ തന്നെ ഓൽക്ക് ഓലെ കാര്യം ഇത് തന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ ഇപ്പൊ ഇങ്ങനെ വാപ്പാനെയും ഇവരൊക്കെ നോക്കാനും ഇതിനൊക്കെ നേരം ഏതായാലും ഞാൻ ഇവിടെ പോലൊക്കെ ഉണ്ട്. അതിപ്പോ മുജീബാക്ക നിങ്ങൾ പറഞ്ഞ മാതിരി രണ്ടാളും ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരല്ലേ, ഓലെ കാര്യം പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ഉള്ളൊരു മകളാണ്, അതിനെ കെട്ടിച്ചും വിട്ടില്ലേ. ആ അതെ, അജ് പറഞ്ഞ തന്നെ, അജ് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയൊക്കെ അവിടെ പോവും. എന്നാ മുജീബാക്ക ഞാനവിടെ ഇറങ്ങട്ടെ. അപ്പൊ അടുത്ത ആഴ്ച കാലം ഞാൻ ഇറക്കി തരാം കേട്ടോ. ആയിക്കോട്ടെ. ഓ ഉമ്മക അസ്സലാമലൈക്കും. വാലേക്കും സലാം. എന്താ മേദിനെ പോന്നു? ഒന്നുമില്ല കുമ്മക, നിർദ്ദിന്റെ പരിപാടിയൊക്കെ അല്ലേ, എട്ടപ്പം നമുക്ക് എഴുതണു. ഈ പിരിവിന് ഇറങ്ങിയല്ലേ മേദിനെ? എടാ ഇൻ്റെയൊക്കെ ഇതന്നെ ഉള്ളടാ, ഇതെനിക്ക് തരാൻ എനിക്ക് പൊറുതിയായിട്ടുണ്ട്. തൽക്കാലം ഇത് എഴുതിക്കോ. അതൊന്നും കുഴപ്പമില്ല കുമ്മക, നിങ്ങൾ ഉള്ളത് തന്നാ മതി. എനിക്ക് അറിയില്ല മേദിനെ അവസ്ഥ. ഞാൻ ഇപ്പൊ പണിക്കൊന്നും പോകണില്ലല്ലോ, സുഖമില്ലായിരിക്കല്ലേ. ഇത് മരുന്നിനെ വേണ്ട ഒരു സംഖ്യ. എല്ലാം ശരിയാവും കുമ്മക, നിങ്ങൾ ഉള്ളതെല്ലാം തന്നല്ലേ. പരിപാടിക്ക് ഏതായാലും പറഞ്ഞട്ടോ, ഞാൻ പോകാട്ടോ. അല്ലപ്പാ, ഇങ്ങക്ക് എന്തിന്റെ കുറവുണ്ടായിട്ടാണ് ഈ വരുന്നവരോടും പോണവരോടൊക്കെ നിങ്ങളെ പ്രാരാധം പറയാൻ നിൽക്കണത്? ഇന്നാളുകൊണ്ട് ഞാൻ ഇത് കാണുന്നു. മനുഷ്യനെ ആ കങ്ങാടിക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. നിങ്ങൾ എന്തൊക്കെയാണ് ഇന്നെ കുറിച്ച് ഷൈനാനെ കുറിച്ച് ഇവിടെ ഉള്ളവരോടൊക്കെ ഈ പറഞ്ഞു നടക്കുന്നത്? നിങ്ങളൊരാളെന്നെയാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. ഒരാളെ മുഖത്തേക്ക് നോക്കാൻ പറ്റാത്ത അവസ്ഥ ആക്കില്ല നിങ്ങള്. ഞാൻ എന്ത് പറഞ്ഞാളജ് പറയുന്നത്? ആ പിരിവിന് വന്നപ്പോ ഓലോടിൻ്റെ കയ്യിൽ ഇതുള്ളൂ പറഞ്ഞ് കൊടുത്തതാണ്. പിന്നെ എൻ്റെ മക്കളല്ലേ നിങ്ങളെ പറ്റിയും കുറ്റം കുറഞ്ഞ് നടക്കുമോ? ഇവിടെ വന്നാണ്. എന്തേ ഷൈന? അല്ല, അന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഉപ്പാനോട് പറഞ്ഞിട്ടില്ലേ? ഇല്ലടി, അവിടെ ഏതോ പിരിവാര് വന്നിരുന്നു. അപ്പൊ അതിനെ കുറിച്ച് ഉപ്പാനോട് വർത്താനം പറഞ്ഞു കൊടുക്കുന്നു. ഇതെന്തേ? നിങ്ങൾക്ക് അത് ഉപ്പാനോട് പറഞ്ഞൂടായിരുന്നോ? എപ്പോഴായാലും ഉപ്പാനോട് പറയേണ്ടതല്ലേ. ഉപ്പാക്ക് എന്തായാലും ആലോചിക്കാനൊരു സമയവും കിട്ടും. പെങ്ങളുടെ അടുത്ത് കാണോ, മകളുടെ അടുത്താണോ, അനിയന്റെ അടുത്താണോ, ആരുടെ അടുത്താ നിൽക്കേണ്ടതെന്നുള്ളത്. പിന്നെ നമ്മൾ എടുത്തു പിടിച്ചു പെട്ടെന്ന് പറഞ്ഞു എന്നുള്ളൊരു ഇത് വേണ്ടല്ലോ. ഇജി പറഞ്ഞതൊക്കെ ശരി തന്നെയാണ് ഷൈന. എന്നാലും നമ്മൾ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഈ കാര്യം ഉപ്പാനോട് പറയണോ? കൂടി ആലോചിച്ചിട്ട് പറഞ്ഞാ പോരെ? അല്ല, എന്തപ്പോ നിങ്ങൾക്ക് ഒരു മനമാറ്റം? ഇപ്പൊ ഉപ്പാനോട് സ്നേഹം കൂടിയോ? ആലോചിക്കാനൊന്നും നേരല്ല. നമുക്കിപ്പൊ തന്നെ ഉപ്പാനോട് പറയാം, പോരി. ആ ഇപ്പാ ഉറങ്ങ. പിന്നെ എനിക്ക് നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാനുണ്ട്. എന്താണ്? അതിപ്പോ എനിക്ക് ജോലി സംബന്ധമായിട്ട് ഒരു സ്ഥലം മാറ്റം കിട്ടിയിട്ടുണ്ട്. അത് ഇവിടെ ഒന്നല്ല, കുറച്ച് ദൂരെയാണ്. ഓലിപ്പോ പറയണ എന്താ വെച്ചാല് അടുത്ത ആഴ്ച തന്നെ അവിടെ പോയി ജോയിൻ ചെയ്യണം എന്നാണ്. എനിക്കിപ്പോ നിങ്ങളൊക്കെ കാര്യം ആലോചിക്കുമ്പോൾ ആകെ ഒരു ബേജാറുണ്ട്. അപ്പോ അതിനുണ്ടല്ലോ ഷൈനാനെ വീട്ടിൽ പോയിട്ടാണല്ലോ നിൽക്കുന്നത്. എനിക്ക് അതുകൊണ്ടൊരു വലിയ ടെൻഷൻ ഇല്ല. അപ്പൊ ഷൈന പറയണ എന്താ, ഞാൻ ഓളും അവിടെ പോയി നിന്നോളാന്നാണ്. ഇപ്പൊ ഒറ്റയ്ക്ക് ആവില്ലെന്ന് ആലോചിക്കുമ്പോൾ ഒരു മനസ്സമാധാനമില്ല. അല്ലപ്പാ, ഞാൻ നിങ്ങളെ വേറെ എവിടെയെങ്കിലും നാക്കി തന്നാലോ? ആയിക്കോട്ടെടാ, പാന എവിടെ വെച്ച കൊണ്ടായി കളി. എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിലേ ബാക്കി ഗതി വരില്ലായിരുന്നു. എന്നെ ആകെ നോക്കിയിരുന്നതേ എൻ്റെ മോളായിരുന്നു. ഓളെ വർത്താനം കേട്ടേ എൻ്റെ കുട്ടി കെട്ട് വരുന്ന ജില്ലാതാക്കി. ഇപ്പൊ എവിടെയും കൊണ്ടാക്കണ്ടടാ. ഇപ്പൊ എന്റെ എവിടേക്കെങ്കിലും പോയിക്കോളാം. എനിക്ക് പലരെ കൊണ്ടാക്കി എന്നുള്ളൊരു മോശത്തരം വേണ്ട.
എന്റെ പൊന്നപ്പ, നിങ്ങൾ പറഞ്ഞത് എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല. ഇതിന്റെ ജോലിനെ സംബന്ധിക്കുന്ന കാര്യമായി പോയില്ലേ, അതുകൊണ്ടല്ലേ ഞങ്ങളോട് അങ്ങനെ പറഞ്ഞത്. സ്വന്തം സെന്റിമെന്റ്സ് ഇറക്കി മോന്റെ മനസ്സ് മാറ്റാൻ നോക്കാം. ശല്യം വേഗം പോവുകയാണെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ചു. സമാധാനായിരുന്നു. ഇപ്പ ആ ട്രാവൽസിൽ നിന്ന് വിളിച്ചിനോ, നാള് പറഞ്ഞ പേപ്പർ റെഡി ആയിക്കണു. 1,30,000 റുപ്യ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എങ്ങനെയാലും പൈസ ശരിയാക്കി തരി. എൻ്റെ അടുത്താണെങ്കിൽ പൈസ ഇല്ല. പൈസയൊക്കെ ഈ കട നടത്തിയാണ്ട് കളഞ്ഞില്ലേ. ഞാൻ അന്നേ പറഞ്ഞില്ല എന്നോട് ഇതിനൊന്നും പോണ്ടാന്ന്. ഇനിയിപ്പോൾ ഞാൻ എവിടുന്ന് എനിക്ക് 1,30,000 ഉണ്ടായി തരുന്നു. ഈ ഒരു കാര്യം ചെയ്യേ, എവിടുന്നേലും തിരിമറി ചെയ്തോ അല്ലെങ്കിൽ എൻ്റെ പെണ്ണുങ്ങളെ പണ്ടുണ്ടല്ലോ അത് പണയം വെച്ചോ. അതിനിപ്പോ എവിടെ പോക്ക് പണ്ടാം? ഓളെ പണ്ടൊക്കെ ആദ്യത്തെ പോക്കിൽ ഞാൻ വിറ്റില്ല. നിങ്ങൾക്ക് തരാൻ ഇഷ്ടമില്ലെങ്കിൽ വേണ്ട. എന്താ നിങ്ങൾക്ക് അരിഞ്ഞുകൊണ്ട് പോണു? കുട്ടികളെന്തേലും പറഞ്ഞോ? ഞാനിനി ഇവിടെ നിൽക്കില്ലടാ. അന്ന് എന്നോട് ഞാൻ പറഞ്ഞില്ലേ ഓല് പറഞ്ഞ കാര്യം, അതുപോലെ നിന്നോട് നേരിട്ട് പറഞ്ഞു. എനിക്കതല്ലടാ സങ്കടം. സഹിൻ എന്നോട് പറഞ്ഞു എനിക്ക് കുഴപ്പമില്ലായിരുന്നു. എന്റെ അനസ് ഓനോട് പറഞ്ഞടാ. നിങ്ങളോട് നേരിട്ട് പറഞ്ഞോ? ഞാൻ നാളെ നിങ്ങളെ പറഞ്ഞെന്നാ എത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. യാതോലേ നമുക്ക് അവരോടൊന്ന് സംസാരിക്കാം. അത് വേണട മുജീബ്, ഞാൻ എവിടേക്കും പോയിക്കോളാം. എന്റെ മക്കൾക്ക് ഞാൻ അധികം പറ്റായില്ലേ. നിങ്ങൾ എന്തായി പറഞ്ഞിട്ട് കാക്കങ്ങോട്ട് വന്നാണി. അനസ അനസ എന്താ മുജിബക്ക? എടാ വാപ്പാനെ പുറത്താക്കി കാണ്ടേ നിങ്ങൾ രണ്ടാളും വാതില് വിറ്റിട്ട് ഉള്ളിൽ ഇരിക്കല്ലേ. കയറിക്കാണി. സഹന, ഈയൊക്കെ ഒരു പെണ്ണാണോ? എന്റെ വീട്ടിലുണ്ടല്ലോ ഇതുപോലൊക്കെ ഒരു വാപ്പ. ആ വാപ്പാനോട് നീ ഇങ്ങനൊക്കെ തന്നെ ചെയ്യല്ലേ? എല്ലാത്തിനും ഒരു പരിധി ഇതൊക്കെ ഉണ്ട് കേട്ടോ. അനസേ, ഇതൊക്കെ ഒരു മനുഷ്യനാടോ. അതല്ല മുജിബക്ക, എനിക്ക് ജോലി ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ ആരും ഉണ്ടാവില്ലല്ലോ. ഷൈന ഓളെ വീട്ടിലേക്ക് പോവാണ്. ഞാനിപ്പോ എന്താ ചെയ്യാ? ആ, ഇതൊക്കെ നിങ്ങൾ രണ്ടാളി അടവാണെന്നുള്ളത് നമ്മക്കറിയാം. ഇപ്പൊ ഇതിന്റെ അടിയിൽ മാല പോയി അറിഞ്ഞു. നിങ്ങളുടെ ആളെ കിട്ടിയോ? ഈ നമ്പറുകളൊക്കെ എല്ലാവർക്കും അറിയും. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ രണ്ടാളും ഒരു ഉടായ്പാണ് എന്നുള്ളത് ഇവിടെ എല്ലാവർക്കും മനസ്സിലായി. ഞങ്ങൾ അത്ര വലിയ പൊട്ടന്മാരൊന്നല്ല. പറയാനൊക്കെ എല്ലാരും ഉണ്ടാവും. ഒറ്റക്ക് ഒരാളെ നോക്കുക എന്ന് പറയണത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നിങ്ങളൊക്കെ ഇടക്കും തലക്കും വന്നു പോണവരല്ലേ. നിങ്ങൾക്കൊക്കെ അപ്പൊ എന്ത് വേണേലും പറയാലോ. ആ ആയിക്കോട്ടെ, എന്റെ കുട്ടിഞ്ഞേ അതോർത്ത് ബുദ്ധിമുട്ടണ്ട. വല്യാക്കാനെ ഞാനേ എന്റെ വീട്ടിൽ കൊണ്ട് കൊണ്ടുപോവാണേ. നിങ്ങൾ അതിനൊരു മുറുക്ക് വെള്ളം ഒന്നും കൊടുക്കലില്ല എന്നാ ഞാൻ കേട്ടത്. നിങ്ങൾ ആട്ടും തുപ്പുപോയി കേട്ടുകാണ്ട് എന്തിനാ വെറുതെ വിടക്കണു? അങ്ങള് കൊണ്ടേക്കോളി. അമ്മോനെ കാണാൻ എപ്പോഴും ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ. പെങ്ങൾക്ക് മോനും അവിടെ തന്നെ എന്നും കാണാലോ. ഇതൊക്കെ ഒരു പെണ്ണാണേടി. മനസ്സേ, ഓളെ വർത്താനം കേട്ട് നിൽക്കാണ്ടേ സ്വന്തം വാപ്പാനെ തള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഇതിനൊക്കെ നല്ലോ അനുഭവിക്കേണ്ടി വരും. ഇജും ഞാനൊക്കെ ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിലേ അത് കാണാൻ നമ്മക്ക് ഇജ് അനുഭവിച്ചേ തീരുള്ളൂ. പോ കാക്ക, പോവാ നമ്മക്ക്. ആ ഫൈസല, ആ ഞാടെ വീട്ടിലില്ല. നമ്മുടെ അങ്ങാടിയിലെ നമ്മളെ ഷോറൂമിന്റെ മുന്നിലുണ്ട്. വേറെ ആളെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുക. ആ അങ്ങോട്ട് വരാ. ആ ഓക്കെ. എന്ത് അർജന്റായിട്ട് കാണണം എന്ന് പറഞ്ഞു? ഞാൻ പെരയിൽ പോയിനു. അപ്പൊ അമ്മായി പറഞ്ഞു നിങ്ങൾ അങ്ങാടിക്ക് ഇറങ്ങിക്കോണെന്നുള്ളത്. ഒന്നുമില്ല, ഞാൻ നമ്മളെ കച്ചവടം കരുതിയ മാതിരി ഒന്നും നടക്കൂല. അപ്പൊ രണ്ടാക്കളെ കച്ചവടം ഇല്ല. അപ്പൊ ഞാൻ തൽക്കാലം അത് മജീദിനെ ഏൽപ്പിച്ചിക്കാണ്ട് പോവാന്ന് കരുതി. ഞാൻ എന്റെ ചങ്ങായിനോട് ഒരു പേപ്പറിനെ പറ്റി പറഞ്ഞിനു. അതിപ്പോ നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. കച്ചവടം കമ്മിയാണെങ്കിലേ ഇജ് പറഞ്ഞ മാതിരിക്കേ ഇജൊന്നും കൂടി പോയിക്കാണ്ട് പോരെ. അതന്നെ നല്ലത്. എനിക്കാച്ചാല് 10 റുപ്യ ഉണ്ടാക്കാൻ പറ്റിയൊരു ടൈമും പ്രായമുള്ളത്. അങ്ങനെ ചെയ്താളെന്നാലേ. മുജീബാക്ക, ഞാൻ ഓനോട് പറഞ്ഞു ഇജ്ജ് നടത്തിക്കോന്ന്.
ഞാൻ വേറെ എന്തെങ്കിലും പണിക്ക് പോയിക്കോളാം എന്നോട് പറഞ്ഞു. അപ്പോൾ ഓനെ സമ്മതിക്കുന്നില്ല. എന്നാ കട തുടങ്ങാൻ വേണ്ടി നിങ്ങൾക്ക് കുറച്ച് പൈസ ഞാൻ വാങ്ങിക്കണോ? ഇതിപ്പോ എങ്ങനെ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുമില്ല. ഞാൻ ചെന്ന് ശമ്പളമൊക്കെ കിട്ടി നിങ്ങൾക്ക് തീർത്തരണ്ട കേട്ടോ. ഏതായാലേ ഇജ് പോയിട്ട് വാ, എന്നായിക്കോട്ടെ, കാണാം. ആ സായിദ എവിടെയായിരുന്നു ത്രീസു? ആ കോമാക്ക, ഞാൻ നാട്ടിലൊന്ന് പോയിരുന്നേ. തിരിച്ചു വന്നപ്പോ അയൽവാസികൾ പറയുന്നു നിങ്ങൾ പെങ്ങളെ വീട്ടിലേക്ക് പോന്നിരുന്നു. ആ സായിദ മുജീബിനെ അങ്ങോട്ട് കൊണ്ടുവന്നു, അതിന്റെ കാര്യമൊന്നും പറയണ്ട. ആ അല്ലെങ്കിലും നിങ്ങൾ ഇങ്ങോട്ട് പോകുന്നത് ഒരു കണക്കിന് നന്നായി. നേരത്തും കാലത്തിനും ഭക്ഷണവും മരുന്നും എല്ലാം നിങ്ങളെ കൂടപ്പിറപ്പുകൾ തരുമല്ലോ. പിന്നെ നമ്മളെ സെഫിയാനെ പറ്റി പറഞ്ഞ ആ മൂദേവി ഉണ്ടല്ലോ, അവൾ ഒരിക്കലും ഗുണം പിടിക്കൂല. എന്റെ വിധി ഇങ്ങനെയായിരിക്കും. എത്ര ആളുകൾ മക്കളില്ലാതെ കഷ്ടപ്പെട്ട് കരഞ്ഞിരിക്കുന്നുണ്ടാവും. ഇതിപ്പോ മക്കളുണ്ടായിട്ടും എന്റെ അവസ്ഥ ഇതാണ്. എവിടെ സാധനം അനസ്? ഓ എങ്ങട്ടാ പോയത്? അല്ല ബാപ്പ പോയപ്പോ അവിടെ ഉണ്ടായിനോ? ഓ സമ്മതിച്ചോ? അതൊക്കെ ഞാൻ കാക്കുവിനോട് പറഞ്ഞ് സമ്മതിപ്പിച്ചു. മുജിവാക്ക വന്നിട്ട് കുറെ ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കി. എന്നിട്ട് മുജിവാക്ക ഉപ്പാനെ കൊണ്ടുപോവുകയും ചെയ്തു. ഒരു കണക്കിന് നന്നായി മുജിവാക്ക കൊണ്ടുപോയത്. നമ്മൾ പുറത്തിറക്കി വിട്ടു എന്നുള്ള പേരുണ്ടാവില്ലല്ലോ. പിന്നെപ്പാ ആ ഡോക്യുമെന്റ്സ് ഒക്കെ ഉപ്പാന്റെ കയ്യിലില്ലേ? അതൊക്കെ അലമാറിയുണ്ടടി. മാരന്റെ കാര്യം ഇജ്ജ് പറഞ്ഞുണ്ടാക്കിയതാണെന്നുള്ളത് ഓ അറിയണ്ട. അറിഞ്ഞാൽ അതൊക്കെ പ്രശ്നമാവും. ഇല്ലപ്പാ, അതൊന്നും അറിഞ്ഞിട്ടില്ല. വിശ്വസിക്കുന്ന രീതി തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇക്കാനോട്. പിന്നെ പെങ്ങളാണ് എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കാൻ അന്വേഷിക്കാനൊന്നും മൂപ്പര് വരൂല. ആ കാക്ക, പ്രഷറൊക്കെ നോർമലാന്നാ പറഞ്ഞതെ. ഭക്ഷണമൊക്കെ നേരത്തിലും കാലത്തിലൊക്കെ കഴിച്ചോണ്ടി കേട്ടോ. ഇപ്പൊ ഒക്കെ നേരത്തിന് കിട്ടുന്നുണ്ട്. മറ്റതേ മരുന്ന് വാങ്ങണമെങ്കിൽ എന്റെ പെൻഷൻ മിച്ചം വെച്ച കാശുകൊണ്ടാണ് ഞാൻ വാങ്ങിയത്. അപ്പൊ നോക്കാൻ ആളുണ്ടായപ്പോഴേ ഒന്നിനൊരു ബുദ്ധിമുട്ടില്ല. ആ നിങ്ങൾ ഇനി പാവന്നോർത്ത് കാണ്ടേ വിഷമിക്കണ്ട. ഇത്രയും കാലങ്ങൾ കുട്ടികള് ഇറങ്ങാണ്ട് ഇങ്ങനെ നിന്നു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങളെ സ്വന്തം കാര്യം ഒന്ന് നോക്കി നിങ്ങള്. ഉപ്പാന്റെ കുട്ടീനെ കണ്ടിട്ട് കുറെ ദിവസമായല്ലോ. എന്താ മുജീബാക്ക ഇപ്പൊ നിങ്ങളും ഇവിടെ? ആ ഞാൻ കാക്കാന്റെ ഷുഗറും പ്രഷറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് വന്നേന്നു. കുഴപ്പമൊന്നുമില്ലൊക്കെ നോർമൽ തന്നെയാണ്. എന്തിപ്പോ ചിനുവിനേറ്റും ഓക്കോരേ പനിയും കോരി. അപ്പൊ ഡോക്ടർ ഒന്ന് കാണിക്കാണ്ടി വന്നാ. ഇങ്ങോട്ട് വാ, നമ്മൾ കുറച്ചേ മാറിന്ന് സംസാരിക്കാം. ഹോസ്പിറ്റലല്ലേ, എന്നെ മുന്നിട്ട് പോകും. ഇപ്പപ്പ നിങ്ങളിപ്പോ മുജീബാക്കാന്റെ അവിടെയാണോ നിക്കണത്? എന്നാ ഷായിദാത്ത വന്നിട്ടേ മാമനും ഉമ്മയും നിങ്ങളെ കുറിച്ച് ഇടങ്ങാറാക്കണൊക്കെ പറഞ്ഞു കൊടുത്തിരിക്കണു. ഇപ്പൊ നിങ്ങളെ ആലോചിച്ച് ഇമ്മ ഭയങ്കര വിഷമത്തിലാണ്. എനിക്കറിയാം എന്റെ കുട്ടിക്ക് ഇത് കേൾക്കുമ്പോഴേ ഇടങ്ങാറാവുന്നുള്ളത്. ഉമ്മാനോട് പറയണിട്ടോ, പപ്പക്ക് നല്ല സുഖമാണ്. ഓരോന്ന് ആലോചിച്ചിട്ടേ മനസ്സ് ബേജാറാവണമെന്ന് പറഞ്ഞോണ്ടിട്ടോ. മുജീബാക്ക നിങ്ങൾക്കറിയോ സെഫിയൊക്കെ പുറത്തിറങ്ങാൻ മടിയാ. ആ മാലിന്റെ പ്രശ്നത്തിലേ കുടുംബത്തിലും നാട്ടിലൊക്കെ ആകെ അറിഞ്ഞിട്ടേ ആ ഷെഹനാന്റെ തനി സ്വരൂപം ഞമ്മക്ക് മാത്രമല്ലേ അറിയുള്ളൂ. ആ അതൊന്നും ഇനി പറഞ്ഞു തന്നിട്ട് കാര്യമില്ലല്ലോ. ഈ ഇല്ലാക്കാതെ പറഞ്ഞുണ്ടാക്കിയ ആളുകളുണ്ടല്ലോ, അവരൊക്കെ ഇനി ഇന്നല്ലെങ്കിൽ നാളെ ദുഃഖിക്കേണ്ടി വരും. ഇപ്പപ്പ ഞങ്ങൾ ഇമ്മാന്റെ ഓരോ പ്രശ്നങ്ങളൊന്ന് തീർന്നിട്ടേ ഇപ്പപ്പാനെ കാണാണ്ട് ഞങ്ങൾ ഒരു ദിവസം വരണ്ടേ? ആ ഇനിയിപ്പോളേ നിങ്ങൾക്ക് എല്ലാവർക്കും അടുക്ക് വരാലോ. ഇപ്പൊ സ്കൂളൊക്കെ പൂട്ടിയതല്ലേ, വെക്കേഷനുമാണ്. ഇജുമ്മി ഒഴിവിന് കുറച്ച് ദിവസം അവിടെ വന്നു നിന്നോണ്ടോ കേട്ടോ പപ്പാന്റെ അടുത്തേ. ഹലോ, ആരാ? എപ്പോഴേ? എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കണോ? ആ ഞാൻ അതാ വരുന്നു. ആരാ മുജീബാക്ക? അത് നമ്മളെ അനസിന് ഒരു ആക്സിഡന്റ് ആയിക്കോന്ന് പറഞ്ഞു. കുറച്ച് സീരിയസ് ആണ്. ഇജയ് കുട്ടീനെ ഡോക്ടറെ കാണിച്ചിട്ടേ ഇപ്പാനൊന്നും അവിടെ വീട്ടിൽ കൊണ്ടായി കൊടുക്കുക. ഞാൻ അവിടെ പോയി എന്റെ മുജീബിന്റെ കുട്ടിക്ക് പറ്റിയടാ. എന്താ എന്റെ കുട്ടിക്ക് പറ്റിയടാ?